നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അത്യന്തം വേദനാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അബ്ബാസിയയിലെ ഫ്ളാറ്റിൽ തീപിടുത്തം, 4 അംഗ മലയാളി കുടുംബം ശ്വാസം മുട്ടി മരിച്ചു. ആലപ്പുഴ തലവടി നീരേറ്റുപുറം മുളയ്ക്കലിൽ മാത്യൂസ് മുളയ്ക്കൽ, ഭാര്യ ലിനി എബ്രഹാം, മക്കളായ ഐറിൻ, ഐസക് എന്നിവരാണ് മരിച്ചത്. നാട്ടിൽ അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ഇവർ. വ്യാഴാഴ്ച വൈകിട്ടാണ് ഇവർ മടങ്ങിപ്പോയത്. രാത്രി 8 മണിയോടെയാണ് 2ാം നിലയിലെ ഇവരുടെ ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിലാണ് ഇത്തരത്തിലൊരു അപകടം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അഗ്നിരക്ഷാസേന എത്തിയിരുന്നു. അവര് ഈ ഒരു കുടുംബത്തെ പുറത്തെത്തിക്കാനുള്ള ശ്രമം അഗ്നിരക്ഷാസേന നടത്തി. പക്ഷേ അപ്പോഴേക്കും 4 പേരെയും ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു. എന്നാൽ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കുവൈറ്റ് അഗ്നിരക്ഷാസേന പുറത്തുവിട്ടിട്ടില്ല. AC-യിലെ വൈദ്യുതി തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. വിഷപ്പുക ശ്വസിച്ചാണ് മരണമെന്നും സൂചനയുണ്ട്. അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തിയാണ് തുടർ നടപടികൾ സ്വീകരിച്ചത്. അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. അതേസമയം കുവൈറ്റിലെ മംഗഫിലുണ്ടായ വൻ തീപിടുത്തം മലയാളികൾക്ക് പെട്ടെന്ന് മറക്കാനാകില്ല. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ 41ഓളം പേരാണ് മരിച്ചത്. പൊള്ളലേറ്റും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുമാണ് മരിച്ചത്. ഒട്ടേറെ മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു അതിദാരുണമായ ദുരന്തമുണ്ടായത്. പുക ശ്വസിച്ചാണ് കൂടുതലും മരണമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. പുലർച്ചെ ആളുകൾ നല്ല ഉറക്കത്തിലായിരുന്നപ്പോഴായിരുന്നു അപകടമുണ്ടായത്. മലയാളി ഉടമയായ NBTC ഗ്രൂപ്പിന്റേതായിരുന്നു ഫ്ളാറ്റ്. കെട്ടിട ഉടമയ്ക്കെതിരെ നടപടിയെടുക്കാൻ കുവൈറ്റ് മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. കെട്ടിട ഉടമയും കെട്ടിടത്തിന്റെ കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഗദ് അൽ യൂസഫ് അൽ സബാഗ് ഉത്തരവിട്ടിരുന്നു. കെട്ടിടത്തിൽ ഇത്രയും പേരെ താമസിപ്പിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്നും കണ്ടെത്തിയിരുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മറ്റു കെട്ടിടങ്ങൾ കണ്ടെത്താനും നിർദ്ദേശമുണ്ടായിരുന്നു. മംഗഫ് ബ്ലോക്ക് 4-ൽ NBTC കമ്പനിയിലെ ജീവനക്കാർ താമസിച്ചിരുന്ന 6 നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലായിരുന്നു തീപിടുത്തമുണ്ടായത്. താഴത്തെ നിലയിലെ അടുക്കളയിൽ നിന്നായിരുന്നു തീ പടർന്നത്. ഈ അപകടത്തിന്റെ കാരണവും ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു എന്നായിരുന്നു പ്രാഥമിക നിഗമനം. മലയാളികൾ ഉൾപ്പെടെ 195 പേരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഫ്ളാറ്റുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലും പുക ശ്വസിച്ചുമായിരുന്നു മിക്കവർക്കും പരിക്കേറ്റതും ജീവനഷ്ടമായതും. ഇവരെ മുബാറക്, അദാൻ, ജുബൈർ അടങ്ങിയ ആശുപത്രികളിലായിരുന്നു പ്രവേശിപ്പിച്ചത്. പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കായി ആരോഗ്യ മന്ത്രാലയം പ്രത്യേക മെഡിക്കൽ സംഘങ്ങൾ വരെ രൂപീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.